നമസ്കാരം. തെക്കൻ തോട്ട്സിൽ ഇന്ന് ഒരു തെക്കൻ വിഷയം തന്നെയാണ്. തിരുവാറന്മുള പള്ളിയോടം. ആറന്മുളക്കാർക്കും അതിൻ്റെ പുറഞ്ചേരി അകഞ്ചേരിയിൽപ്പെട്ട അനേക കരകൾക്കും ഓണമെന്നത് ഉത്രട്ടാതിയും വള്ളംകളിയുമൊക്കെയാണ്. അനുബന്ധമായി നടക്കുന്ന പല പള്ളിയോട കളികളുടെയും ആകത്തുകയായി ഒരു വലിയ ഓണം ഒരു 1.5 മാസത്തോളം ഇതിങ്ങനെ ആഘോഷിക്കും. ഈ പ്രാവശ്യം നടന്ന ഓണത്തിൽ വളരെ വിവാദകരമായ ചില സംഗതികൾ പള്ളിയോടവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുണ്ടായി. അതിൽ ഒരു പള്ളിയോടത്തിൽ ഒരു കൊന്ത കുരിശ് രൂപം ചാർത്തിയിരിക്കുന്ന ഒരു പടവുമൊക്കെയായി ഒരു ചിത്രമൊക്കെയായി പ്രചരിച്ച ആ സംഭവമാണ് വളരെയധികം ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. മതം എന്നത് അഭിപ്രായം എന്നാണെന്നും എല്ലാ അഭിപ്രായങ്ങളുടെയും ആദിമ മതം ഹൈന്ദവ സംസ്കാരം അതൊരു ജീവിത രീതിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ഹൈന്ദവ ജീവിത രീതിയിൽ നിന്നും മതം മാറി അഭിപ്രായം മാറി പലരൊക്കെയും പല അഭിപ്രായത്തിലേക്ക് മതത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും പൊതുവായ അവരുടെ എല്ലാം സംസ്കാരം ഒന്നു തന്നെയാണ്, സനാതനമായ സംസ്കാരമാണ്. അപ്പോൾ ജാതി അത് ഇപ്പോൾ വളരെയധികം ദുർവ്യാഖ്യാനിക്കുന്ന ഒരു വിഷയമാണ്. ജാതി എന്ന വാക്കിനുപരി വർണ്ണം എന്ന വാക്കായിരിക്കും നല്ലത്. കുലം, തൊഴിൽ, ഏതേത് തൊഴിലുകൾ ചെയ്യുന്നുവോ അതനുസരിച്ചൊരു കുലം രൂപപ്പെടുകയും അതിനെ പിന്നീട് ഒരു ജാതിയായി ദുർവ്യാഖ്യാനം ചെയ്ത് പലതരം വേലിക്കെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തതാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ മതവും ജാതിയും അല്ലെങ്കിൽ കുലവും മാറുവാൻ സാധിക്കും. അഭിപ്രായം മാറാം, മതം മാറാം. പക്ഷേ സംസ്കാരം എന്നത് ആ സംസ്കാരം അത് മാറ്റപ്പെടുകയില്ല. മാറ്റാൻ ശ്രമിച്ചാലും അതിങ്ങനെ ഒരു പച്ചപ്പ് പോലെ അതിങ്ങനെ ഉൾത്തട്ടിൽ കിടക്കും. അത് ചെറിയ ചെറിയ ഒരു ജലത്തിൻ്റെ ഒരു ആവിർഭാവം ഉണ്ടാവുമ്പോൾ കുറച്ച് വെള്ളം വീണാൽ അതിങ്ങനെ പൊട്ടിക്കിളിർത്ത് അതിങ്ങനെ പുഷ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത്, തിരുവാറന്മുള പള്ളിയോടത്തിൽ കുരിശുരൂപം കണ്ടതിനെ ഞാൻ ശക്തിയായി എതിർക്കുന്ന ആൾ തന്നെയാണ്. കാരണം അത് ഒരു മതമൈത്രി ഒരു സംസ്കാര രീതിയല്ല. മതം അഭിപ്രായമാണെന്നും അത് വൈവിധ്യമാർന്നതാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട തിരുവാറന്മുള പള്ളിയോടം, ആ പള്ളിയോടത്തിൽ കൃത്യമായ അനുഷ്ഠാനങ്ങളുണ്ട്. പള്ളിയോടത്തിൽ ആർക്കും കയറാം, ഏത് അഭിപ്രായമുള്ളവർക്കും കയറാം. അത് ആ തിരുവാറന്മുള പള്ളിയോടത്തിൽ കയറേണ്ടത് എങ്ങനെയാണ് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കൃത്യമായ ആചരണത്തിൽ ആർക്കും കയറാം. അതിന് ഇന്ന മതമെന്നോ ഇന്ന ജാതിയെന്നോ ഇന്ന രാഷ്ട്രീയമെന്നോ വർഗവർണ്ണ രാഷ്ട്രീയ മത ജാതി വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും അതിൽ കയറി അതിൻ്റെ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കാം. പക്ഷേ അത് ആചരിക്കുന്ന ചില അനുഷ്ഠാന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം. അല്ലാതെ ഈ അനുഷ്ഠാനങ്ങളെ തോന്നുംപടിക്ക് മാറ്റുവാൻ ആരും മുതിരുകയില്ല. അത് മുതിരുന്നവർ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ്. വിഭാഗം എന്ന് പറയുന്നത് ഞാൻ രാഷ്ട്രീയ മത ജാതി അടിസ്ഥാനത്തിലല്ല പറയുന്നത്. ഇത് എല്ലാ ഈ മേൽപ്പറഞ്ഞ എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഇവർ വലിയ വിശ്വാസികളെന്ന് നടിക്കും. പക്ഷേ വിശ്വാസത്തെക്കുറിച്ചോ ആചരണത്തെക്കുറിച്ചോ ഈശ്വര വിശ്വാസത്തെക്കുറിച്ചോ ഒരല്പം പോലും വിശ്വാസമില്ലാത്തവരോ നിഷ്ഠ പാലിക്കാത്തവരോ ആണ്. അതായത് നല്ല കുറിയൊക്കെ തൊട്ട് നടക്കും, പക്ഷേ ആ വിശ്വാസമില്ല. മുൻപ് പറഞ്ഞ ഹിന്ദു മത സംരക്ഷകരാകാം ചിലർ, അല്ലെങ്കിൽ ക്രിസ്തു മത സംരക്ഷകരാകാം ചിലർ, അല്ലെങ്കിൽ മറ്റ് വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാകാം എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവരൊന്നും ആ തരത്തിലുള്ളവരല്ല, വിശ്വാസമില്ലാത്തവരാണ്, ഉണ്ടെന്ന് നടിക്കുമെന്ന് മാത്രം. അപ്പോൾ ഈ ആചരണങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഇവർക്കില്ല, വിശ്വാസമില്ല എന്നതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇത് വിശ്വാസവും അതേപോലെ അറിവുമില്ലാത്തവരുടെ ചില പേക്കൂത്തുകളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എന്നാൽ വിശ്വാസമില്ല, കമ്മ്യൂണിസ്റ്റ് ചിന്തകളിൽപ്പെട്ട ചില, അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ല എന്ന് പറയുന്ന ചില വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. അവർ ഈ കാര്യങ്ങൾ യാതൊരു പ്രശ്നവുമില്ലാതെ അവരിത് അനുഷ്ഠിക്കും. കയറുമ്പോൾ നിയമപരമായി തന്നെ കയറത്തുള്ളൂ.
എന്താണ് ആചരണം അതനുസരിച്ച് തന്നെ കയറത്തുള്ളൂ. മദ്യമില്ലാതെ, മതമില്ലാതെ, ഞാനെന്ന ദുർമതമില്ലാതെ കയറുന്നത് ഈ പറഞ്ഞ കൂട്ടരാണ് ഏതാണ്ട് 90%. എന്നാൽ ഈ പറഞ്ഞ ഈശ്വരവിശ്വാസികളും ഈശ്വരവിശ്വാസികളെ സംരക്ഷിക്കുന്നവരും എന്ന് കരുതുന്ന ചില ആൾക്കാർ, മുഴുവൻ ആൾക്കാരല്ല, ചില ആൾക്കാർ യാതൊരു ഈശ്വരവിശ്വാസവുമില്ലാതെ, യാതൊരുവിധ ഇതിനെക്കുറിച്ച് അറിവുമില്ലാതെ തങ്ങൾക്ക് തോന്നുന്ന പടി ഓരോന്നിനെയും ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നോക്കൂ, പള്ളിയോടം എന്നത് കൃത്യമായി ഒരു നാഗകാളി രൂപമാണ്. അത് ഇപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി ചില ചരിത്രകാരന്മാരും അതേപോലെ തന്നെ സാഹിത്യ പ്രവർത്തകരും ഒക്കെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സൂര്യനാണ്, ചന്ദ്രനാണ്, ചന്ദ്രക്കലയാണ്, ചന്ദ്രക്കൊലയാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലരും അങ്ങ് റേഡിയോയിൽ ഇതിൻ്റെ ദൃക്സാക്ഷി വിവരണം പറയുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ. ഇപ്പം കൃത്യമായി നമുക്കതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇതൊരു കുമ്പിൾ തടിയിൽ കുത്തുന്ന ഒരു നാഗയക്ഷി രൂപം, നാഗകാളി രൂപം, ആ കാളി രൂപത്തിലെ ഒരു ദേവി എങ്ങനെയാണോ ഒരു ദേവിയെ വർണ്ണിച്ചിരിക്കുന്ന ആ വർണ്ണം അത് നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കും. ദേവിയുടെ രൂപങ്ങൾ, ദേവിയുടെ രൂപഭാവങ്ങൾ ആ കൃത്യമായി ഒരു ധ്യാനത്തിൽ ദേവിയുടെ രൂപം എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, സിന്ദൂരാർണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്വരത് എന്ന് തുടങ്ങുന്ന ആ ദേവീ ധ്യാനത്തിൽ എങ്ങനെയാണോ ദേവിയെ വാങ്മയ ചിത്രത്തിലൂടെ നമ്മൾക്ക് മുന്നിൽ വരച്ചു വെക്കുന്നത്, അതേപോലെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം. കുമ്പിൾ തടിയിൽ കൊത്തിവെച്ചിരിക്കുന്ന ആ രൂപത്തിൻ്റെ ആ തുടക്കം മുതൽ ഇങ്ങ് അമരം മുതൽ അങ്ങ് മുൻവശത്ത് കൂമ്പത്ത് വരെയുള്ള ആ ഒരു ദേവീ രൂപം നാഗകാളി രൂപം. കാളി എന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന ദേവതയാണ്. കാളി എന്നാൽ കാലം എന്ന് തന്നെയാണ് അർത്ഥം. കൃഷ്ണൻ്റെ ദേവീ രൂപമാണ് ശരിക്കും പറഞ്ഞാൽ കാളി എന്നത്. ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാളി രൂപത്തിൽ കൊന്ത ചാർത്തുന്നത് അത്ര നല്ലതല്ല. കൊന്തയെന്നല്ല, മറ്റൊന്നും ചാർത്തുവാൻ പാടില്ല. അതിൽ മദ്യപിച്ചു കയറരുത്, അതിൽ മതത്തോടുകൂടി കയറരുത്, അഹമ്മദത്തോടുകൂടി കയറരുത്. കൃത്യമായി അനുഷ്ഠാനത്തോടുകൂടി ആർക്കും കയറാം. അതിനകത്ത് ഇന്ന ജാതിയെന്നോ ഇന്ന മതമെന്നോ ഇന്ന വർഗമെന്നോ ഇന്ന പാർട്ടിയെന്നോ ഒരു വ്യത്യാസവുമില്ല. ആദ്യം നമുക്ക് വിശ്വാസം വേണം, വിശ്വാസമില്ലെങ്കിൽ ഭക്തി വേണം, ഭക്തി ഇല്ലെങ്കിൽ നമുക്ക് ഈ അനുഷ്ഠാനങ്ങളോടും ആചരണങ്ങളോടുമുള്ള വിധേയത്വം വേണം. അല്ലാതെ തോന്നുന്നത് ചെയ്യരുത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടുന്നത്, അതിൽ കയറി അതിൻ്റെ അനുഷ്ഠാനങ്ങളെ കൃത്യമായി ആചരിക്കുന്നത് ക്രിസ്ത്യൻ സഹോദരന്മാരാണ്. അതിനുവേണ്ടി കൃത്യമായി തന്നെ അവർ വ്രതം നോക്കേണ്ടിടത്ത് നോക്കും, അവർ സത്യം പറയും, അവർ ധർമ്മം അനുഷ്ഠിക്കും, അതിൻ്റെ നിയമങ്ങളെ ആചരണങ്ങളെ കൃത്യമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ കുറച്ച് പേർ ഇതിനെ മോശമായി മദ്യപിച്ച് കയറി, മതത്തോട് കയറി, അഹംഭാവത്തോട് കയറി നശിച്ചു പോയവരിൽ ചിലർ ഈ വിശ്വാസ സംരക്ഷകരും വിശ്വാസികളിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് പള്ളിയോടം ഭഗവാന്റെ നാഗകാളിയുടെ രൂപമാണ്. ഭഗവാൻ അവിടെ നിവസിക്കുന്നുണ്ട്. അവിടുത്തെ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി തന്നെ പിന്തുടരുക തന്നെ വേണം. ഇതിൽ മത്സരവും മറ്റു കാര്യങ്ങളും വന്നപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും ആദർശങ്ങളും ആചരണങ്ങളും ആചാര സംരക്ഷകരും ഒക്കെ അവിടെ കിടക്കട്ടെ. കൃത്യമായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും പാലിക്കുകയും വേണം. സനാതനം എന്നത് നിത്യനൂതനവും ചിരപുരാതനവുമാണ്. നിത്യനൂതനവും എന്നും പുതിയതെന്ന് തോന്നുകയും ചിരപുരാതനവും അങ്ങ് അകലെ അത്ര പുരാതനവുമാണ്. ഇതിനെ സംരക്ഷിക്കേണ്ടത് ബാധ്യത, സംരക്ഷിക്കേണ്ടത് കടമ. ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ പുതിയ തലമുറയ്ക്കുള്ള ഒരു വെല്ലുവിളിയാണിപ്പോൾ. കാരണം ഇടക്കാലത്തുണ്ടായിട്ടുള്ള ചില ഈ മാനവ മൈത്രികളും മതമൈത്രികളും മറ്റു പല മൈത്രികളുമൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ചില കൂട്ടരുണ്ട്. അവർ ഇതിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനുഷ്ഠാനങ്ങൾ എല്ലായിടത്തും ഒന്നു തന്നെയാണ്. ക്രിസ്ത്യൻ അനുഷ്ഠാനങ്ങൾ അതിൻ്റേതായ പവിത്രതയോടുകൂടി ആചരിക്കുമ്പോൾ ഹൈന്ദവ ആചരണങ്ങൾ അതേ പവിത്രതയോടുകൂടിയും ഇസ്ലാം മത ആചരണങ്ങൾ അതേ പവിത്രതയോടുകൂടിയും ഓരോരോ കുലധർമ്മ വർണ്ണ ആചരണങ്ങൾ അതേ പവിത്രതയോടുകൂടിയും കലർപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം. അല്ലാതെ
മാനവ മൈത്രിയും മതമൈത്രിയും രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളും ഒക്കെ ഇതിനകത്ത് കയറ്റി വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാകട്ടെ എന്ന് തിരുവാറന്മുള അപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.